ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞങ്ങൾ പോകുന്നത് കുവൈറ്റിലെ തന്നെ ലാർജസ്റ്റ് മാളായ അവന്യൂസ് മാളിലേക്കാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ കാണുന്നതാണ് അവന്യൂസ് മാൾ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാളിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 14 മില്യൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഊഹിക്കാം, അത്രയും വലിയൊരു മാളാണ് ഈ അവന്യൂസ് മാൾ. ഞങ്ങൾ ഫേസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസിൽ കൂടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. വേറെയും കുറേ ഫേസസ് ഉണ്ട് കേട്ടോ. ഫേസ് 2 നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐ കെയർ ഷോപ്പാട്ടോ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് ഐ കെയർ ഉള്ളിലത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ പാലം വരുന്നുണ്ട്. അതിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു പാലമാണ്. അപ്പോൾ ഞങ്ങളിത് ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഐ കെയർ സൈഡിൽ കൂടെ തന്നെയാണ് ആ ഫേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നല്ല വൈഡായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മാളാവുമ്പോൾ അതിനനുസരിച്ചുള്ള പാർക്കിംഗ് അവിടെ വേണമല്ലോ. നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരുപാട് പാർക്കിംഗ് ഉണ്ട്. ഈ ഒരു പാർക്കിംഗ് ഏരിയ മാത്രമല്ല, ഓരോ ഫേസിലും സെപ്പറേറ്റ് പാർക്കിംഗ് ഏരിയകളുണ്ട്. നല്ല ചൂടായ കാരണം ഞങ്ങൾ ഫസ്റ്റ് ആ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ പാർക്ക് ചെയ്ത് വണ്ടി. അവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു അടിപൊളി കാറ് കണ്ടിട്ട് ജീവൻ നെഞ്ചത്ത് കൈവയ്ക്കുകയാണ്. ഞാൻ കാറ് കാണിച്ചു തരാം. ഇതാണ് കാറ്. അതിനിടയിൽ വേദുവിൻ്റെ ഷൂവിൻ്റെ ലേസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പപ്പോട് കെട്ടിത്തരാൻ പറയാണ്. അപ്പോൾ ഷൂവിൻ്റെ ലേസൊക്കെ കെട്ടിയിട്ട് ഞങ്ങളത് അവിടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഐക്കയുടെ എൻട്രൻസ് കേട്ടോ. ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. കയറുമ്പോൾ തന്നെ എന്താ നല്ലൊരു ഡൈനിങ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐക്കയുടെ ഉള്ളിലേക്ക് നടക്കാം. ആ എൻട്രൻസിൽ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ്, അതുപോലെ ഐസ്ക്രീമിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. വേദ് ഇവിടുന്ന് ഐസ്ക്രീമിന് വാശി പിടിക്കുന്നതിന് മുന്നേ ഞങ്ങൾ അകത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഐക്കയുടെ ബില്ലിംഗ് കൗണ്ടറൊക്കെ ഇവിടെയാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഈ ഫുഡ് കൗണ്ടേഴ്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അകത്ത് കയറിയിട്ടുള്ളൊരു വ്യൂ ആണിത്. നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് എന്തായാലും ഇത് മുഴുവൻ കവർ ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് സമയപരിധി ഉണ്ട്. പിന്നെ നമുക്ക് അവന്യൂസ് മാളിലും പോകാനുള്ളത് കൊണ്ട് നമ്മൾ മുഴുവനൊന്നും കാണിക്കുന്നില്ല. എന്നാലും ഒരുവിധം കവർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കവർ ചെയ്ത് കാണിക്കും. നല്ല ലൈറ്റ് ഷെയ്ഡിൽ നല്ല ക്ലാസ്സി ലുക്കിൽ വരുന്ന നല്ല ഫ്ലാസ്കുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഈ ഫ്ലാസ്ക്. പിന്നെ നല്ല വെറൈറ്റി കളേഴ്സിൽ നല്ല ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ എന്താ ടീപ്പോയി ഉണ്ട്. ഏത് സൈഡിൽ ഒന്ന് കയറിയിരിക്കാൻ നോക്കി, ഞാൻ വേഗം പിടിച്ചിട്ട് പോകുന്നു. പിന്നെ ഇത് നമ്മുടെ റോളറാണ്. സ്ഥിരം റോളർ ഇവിടെ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യാറ്. നല്ല സോഫ്റ്റ് മാറ്റൊക്കെ ഉണ്ട്. ശിവ അവിടെ കിടന്ന് നോക്കുകയാണ്. പിന്നെ നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ അകത്ത് വേറെ ഉണ്ട്, ഞാൻ പിന്നീട് കാണിക്കാം. ഈ ഒരു കളറ് നല്ല രസമുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് കൂടുതലെടുത്ത് കാണിക്കണത്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ. പിന്നെ ഇതാ ഒരു വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബൗളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ അതിൻ്റെ ഡിസൈനൊക്കെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും സ്ഥിരം വരുമ്പോൾ നമ്മളിവിടെ ഇരിക്കാറുണ്ട് കേട്ടോ. നല്ലൊരു സ്പേസാണ്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. ശിവയ്ക്ക് വലുതാവുമ്പോൾ ഇതുപോലത്തെ ഒരു സ്പേസ് അവൾക്ക് വേണം എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ലൈറ്റും കാര്യങ്ങളും സോഫയും ആ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ടുണ്ട്. ഇവിടെ കുവൈറ്റിലെ മന്തക്കയിലൊക്കെ പോകുമ്പോൾ അവർ വീടിനോട് ചേർന്ന സൈഡിൽ ഇതുപോലൊരു റൂം പോലത്തെ ഒരു ദിവാനിയ അങ്ങനെ എന്തോ പറയുക, കറക്റ്റ് അറിയില്ല. അങ്ങനത്തെ ഒരു സ്പേസ് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് അതിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മോഡലാണ് അവരിവിടെ ഷോ ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ വേദുവിന് അവിടെ നിന്ന് ഒരു പാവേന കിട്ടിയിട്ടുണ്ട്. എന്താ കണ്ടോ ഇതിൻ്റെ ഒരു ബ്യൂട്ടി. പിന്നെ അത്രയും ഫ്ലവേഴ്സും പ്ലാന്റ്സൊക്കെ വെച്ച് നല്ല രസമായിട്ടുണ്ട് അവർ. ഈ യെല്ലോ ലൈറ്റിൻ്റെ അടിയിൽ വെച്ച് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല രസമായിട്ട് നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ആ ഒരു ചെയേഴ്സിൻ്റെ ഒരു സെക്ഷൻ, അതുപോലെ ടേബിള്, അങ്ങനത്തെ അതൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാൾ അതിൽ കയറി നോക്കുക. പിന്നെ ആ പ്ലേറ്റ്സുകൾ ഓഫറിലിട്ടുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ്സ് മേടിക്കണം. എന്തായാലും ഇതിൻ്റെ കളർ ചേഞ്ച് അകത്തുണ്ടോ എന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് മേടിക്കാം. പിന്നെ ഇതാ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അകത്ത് വേറെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് പുറത്ത് വെച്ചേക്കുന്നതാണ്. ഇതകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കൂടുതൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാറില്ല പ്ലാന്റ്സ് ഒന്നും. കൂടുതലും കുവൈറ്റീസ് തന്നെയാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ശിവ പറയുന്നത് ഈ പ്ലാന്റ് കാണുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ വാഴയുടെ പോലെ ഉണ്ടെന്നാണ് കേട്ടോ അവൾ പറയണത്. ഇതൊക്കെ പ്ലാന്റ് ഹോൾഡേഴ്സാണ് കേട്ടോ. പ്ലാന്റ്സിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല ഒറിജിനൽ പ്ലാന്റ്സ് പോലെയാണ് തോന്നുന്നത്. വേദുവിന് ഏത് പ്ലാന്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തൊട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. വേദുവിന് ആ ക്യൂട് പാവേന കിട്ടിയിട്ട് പിന്നെ അത് വിട്ടിട്ടില്ല കേട്ടോ. അതും കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത്. ഇനി അത് കൊടുക്കാൻ പറയുമ്പോഴാവും ബുദ്ധിമുട്ട്. ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ പ്ലാന്റ്സൊക്കെ കാണിച്ചു തരുന്നുണ്ട്.
ഇത് ക്രീപ്പേഴ്സിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ, നമ്മുടെ കുരുമുളകിൻ്റെ ഒക്കെ പോലെ ഉണ്ടല്ലേ. ഇത് പക്ഷെ നല്ല ഒറിജിനൽ പോലെ തന്നെയാണ് കേട്ടോ, നല്ല ഫിനിഷിങ്ങിൽ നല്ല രസമായിട്ടുണ്ട്. മുകളിലൊക്കെ കൊളുത്തിട്ടേക്കണ കണ്ടോ, ഇങ്ങനെ ഇരിക്കും നമ്മൾ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഭയങ്കര ഒറിജിനൽ പോലെ ഭയങ്കര നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമായത്. പിന്നെ അതാ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഇതിൻ്റെ തന്നെ പോട്ടുകൾ കാണാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. തൈ എല്ലാം ഒക്കെ നോക്കുക, എന്ത് രസമാണ് കാണാനായിട്ട്. നല്ല ഇൻഡോറിലൊക്കെ വെക്കുന്ന നല്ല നല്ല അടിപൊളിയായിട്ടുള്ള പോട്ടുകളാണ്. ഇതാ ഇതുകൂടെ ഒരു ബൊക്കിങ് കൈ പിടിച്ച് വന്നേക്കാട്ടോ, ഇത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷനാണ് കേട്ടോ ഉള്ളത്. ഇതൊന്നും ഒറിജിനൽ അല്ല കേട്ടോ, എല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. അവരിത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ. ഈ ഒരു സാധനം കണ്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല ഫെദർ പോലെയുണ്ട്. ഇതെല്ലാം അതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോട്ടുകളാണ് അവിടെ കാണുന്നതൊക്കെ. പിന്നെ ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ഈ ക്യാൻഡിൽസ് ഉണ്ട്, നല്ല ഫ്ലേവേഴ്സ്, നല്ല മണമുള്ള ക്യാൻഡിൽസ്. അതിൻ്റെ ഒരു വൈഡ് കളക്ഷൻ തന്നെയുണ്ട്. ഗ്ലാസ്സുകളിലായിട്ടും അല്ലാതെയൊക്കെ ഒരുപാടുണ്ട്. ശിവത ഒരു ക്യാൻഡിൽ എടുത്ത് നല്ല മണമുണ്ട്, അമ്മ സ്മെല്ല് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ. ശരിക്കും അടിപൊളി സ്മെല്ലാണ്, നല്ല ലാവൻഡറിൻ്റെ സ്മെല്ലാണ്. പിന്നെ അവിടെ നിന്ന് അതിനെ പോകുമ്പോൾ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഗ്ലാസിൻ്റെ സെക്ഷനാണ്. ഗ്ലാസിൻ്റെ തന്നെ നല്ല കളക്ഷൻ ഉണ്ട് അവിടെ. പല ഷേപ്പിലും പല മോഡലിലുള്ള ഗ്ലാസ്സുകൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഫ്രെയിംസ് ഉണ്ട്, വാൾ ഫ്രെയിംസ്, അതുപോലെ ക്ലോക്ക്, എല്ലാതും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അടുത്തൊരു ഏരിയ വരുന്നത് മാറ്റിൻ്റെ ആണ് കേട്ടോ. മാറ്റ് ആയാലും നല്ല കളക്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആ ഒരു ചകിരിയുടെ ഒക്കെ ഒരു മാറ്റ് ഉണ്ടല്ലോ, അതേപോലത്തെ ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ആ വാട്ടർമെലൻ്റെ മാറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായി, നല്ല കളർഫുള്ളാണല്ലേ. പക്ഷെ അത് ഫുള്ളല്ല കണ്ടോ, അങ്ങനെ ഹാഫായിട്ടാണ്. ശിവയ്ക്ക് ഇത് പിടിച്ച് നോക്കിയപ്പോൾ ഇഷ്ടമായില്ല കേട്ടോ, ഇത് ഭയങ്കര റഫാണല്ലോ, അതൊരു സുഖമില്ല എന്ന് പറയുന്നവള്. ഏതുവാണെങ്കിൽ ഒരു മാറ്റ് കിട്ടിയപ്പോൾ അതിൽ പാവനെ കിടത്തി നോക്കുക. ഏതൊരു സാധനം എടുത്താലും അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ വേറെ ടൈപ്പും ഉണ്ട്, എല്ലാ മെറ്റീരിയലിലും ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത്, ആ തൂവലിൻ്റെ ഒക്കെ പോലെ നല്ല നല്ല സ്പോഞ്ച്, നല്ല രസമുള്ള, നല്ല എന്താ പറയുക, ആനിമൽ പ്രിൻ്റഡ് ഒക്കെ ആയിട്ടുള്ള നല്ല രസമായിട്ടുള്ള മോഡൽസ് ഇവിടെ കാണാൻ പറ്റും. ഇതിന് പ്രൈസ് തന്നെ 3KD ആണ് കേട്ടോ. അതാ ഒരുപാട് ലൈറ്റിൻ്റെ കളക്ഷൻ ഉണ്ട്. ലൈറ്റ്സ് മാത്രമല്ല, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ പാർട്സുകളായാലും അതിൻ്റെ ബാറ്ററി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് നല്ല ക്യൂട്ടായിട്ടുള്ള ടേബിൾ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. വേദൂടെ പാവനെയും കൊണ്ട് നടക്കുകയാണ്, അവൾക്ക് ഇവിടെ നിന്ന് നേരം പോണില്ല കേട്ടോ. ഞാനിത് ഈ കാണിക്കണ കാരണം നമുക്ക് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഒരു പാവയിൽ നിന്ന് രണ്ടാമത്തെ പാവയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ അടുത്ത ജിറാഫാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അത് വെച്ചുള്ള അഭ്യാസങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജിറാഫ് പാവയുടെ അച്ഛനാണ്, അച്ഛൻ കുട്ടീനെ ഉറക്കി കൊടുക്കുക എന്നാണ് പറയണത് ഇരുന്നിട്ട്. എന്താ ഈ ഒരു സാധനം കണ്ടോ, കാണുമ്പോൾ ഒക്ടോബസൊക്കെ പോലെ തോന്നി എനിക്ക്. പിന്നെ ഈ ക്ലിപ്പ് കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്തോ ഹാങ് ചെയ്യുന്ന, നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്യുന്ന സാധനം തോന്നുന്നുണ്ട്. എനിക്കറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ബക്കറ്റ്, അതുപോലെ കണ്ടെയ്നേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇപ്പോൾ ഷോപ്പിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ബൾക്കായിട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ മൂടിയും കൂടി വരുന്ന ഇതുപോലത്തെ കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ചോറ് കിട്ടുന്ന മറ്റേ കൈലോട്ടയില്ലേ, അതൊക്കെ ഓർമ്മ വരും. അതുപോലെ വാഴനാരോട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, മുളയുടെ അത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള പീസസ് ആണ് കേട്ടോ. ശിവത അത് കയ്യിലിട്ടിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഐക്യയുടെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും.
വേദുവിന് ആ കൊട്ട ഇഷ്ടമായിട്ട് കേട്ടോ. ഇത് അവളുടെ പാവേനിട്ടിട്ട് പിടിച്ചുകൊണ്ട് നടക്കുക, നമ്മൾ ട്രോളി പോലെയൊക്കെ. ഈ ഒരു മൂടി വയ്ക്കാൻ പറ്റുന്ന ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള പീസസ് സൂപ്പറായിട്ടുണ്ടല്ലേ. ഞാനത് തുറന്നു നോക്കാൻ നോക്കിയിട്ടാണ്, പക്ഷെ അതെന്തോ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അതവിടെ വെച്ചു. അത് മെടഞ്ഞിട്ടുള്ളൊരു ട്രേ ആണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ ഈ ഒരു ഏരിയയിൽ വരുന്ന ബാത്ത് ടവൽസ്, മാറ്റ് ഒക്കെയാണ്. പിന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ കാണാൻ പറ്റും കേട്ടോ. ഇത് ഒറിജിനൽ അല്ല, ജസ്റ്റ് ഡെമോ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എല്ലാതും വാഷ് ബേസിനും ഗ്ലാസും വാഷ് ഏരിയ അങ്ങനെയായിട്ടുള്ളൊരു സെറ്റാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഇങ്ങനെയൊക്കെ എത്രയും ഭംഗിയിൽ ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു ഐഡിയ ഒക്കെ കിട്ടണത് ഇവിടെ വരുമ്പോഴാട്ടോ. കണ്ടോ ഈ ബാത്റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടില്ലേ. അതാ വേദം അപ്പോഴേക്കും ഞാൻ വാഷിംഗ് മെഷീൻ കാണിച്ചപ്പോൾ വാഷിംഗ് മെഷീൻ വന്ന് തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ അവള്. ആ ഒരു ലോണ്ട്രി സ്പേസും ഒരു ലിവിങ് സ്പേസിലേക്കുള്ളതും അതുപോലെ നമ്മുടെ ഡൈനിങ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. എല്ലാ ഫർണിച്ചേഴ്സും അങ്ങനെ നല്ല ഓർഗനൈസ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. വേദ അപ്പോഴേക്കും വന്നിട്ട് ഓരോന്നും തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീൻ ഇതാ വന്ന് തുറക്കുന്നത് ഞെക്കിയിട്ട്. അപ്പോഴും തുറന്നപ്പോൾ പേടിച്ചു, അത് കേടായതാണോ വിചാരിച്ചിട്ട്. വേദു ഇതാ 2 പാവേനെയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കണത്. വന്നിട്ട് ഇതാ കുളിപ്പിക്കാൻ പോവാണ്. ബാത്ത് ടബിൽ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട്. 2 മാറ്റിലായിട്ട് 2 ആളെയും കൊണ്ട് കിടത്തിയിട്ടുണ്ട്. ഇനി ഇതാ അവിടെ ഷവർ എടുത്തിട്ട് കുളിപ്പിക്കണം. ഷവർ എടുത്തായോ എന്നാണ് എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല വേദു, ഇത് അവളെ കാണാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇത്രയും നേരം നടന്നിട്ടൊരു പാവേരി കണ്ടില്ല. ഇത് ഇവിടെ എവിടെ നിന്ന് എടുത്തിട്ട് വരുന്നതെന്ന് നമുക്കറിയില്ല. പിന്നെ നല്ല ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻ ഉണ്ട്. നല്ല ഡാർക്ക് ഷെയ്ഡിലും ലൈറ്റ് ഷെയ്ഡിലൊക്കെ ഉണ്ട്. ബ്ലൂവിൻ്റെ തന്നെ പല വെറൈറ്റീസാണ് ഇവിടെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ ബ്ലൂവിൻ്റെ വെറൈറ്റി. എന്താ കണ്ടോ, ഇതൊക്കെയാണ് ബ്ലൂവിൻ്റെ വെറൈറ്റി വരുന്നത്. ഇവിടുത്തെ നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് കേട്ടോ. അത്യാവശ്യം റേറ്റും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. എനിക്കിവിടെ ഡിസ്പ്ലേ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കണ്ടോ ആ ഒരു ഷെയ്ഡ് കാണുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര അട്രാക്ഷനാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. കോട്ടും ബെഡും ബെഡ്ഷീറ്റും അല്ലാതെ അങ്ങനത്തെ ഒരു സെറ്റാണ് വരുന്നത്. ഇത് കംഫർട്ടറാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് കംഫർട്ടർ ഞാൻ പിടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 2 പേരും എന്താ ബാത്റൂം യൂസ് ചെയ്യാൻ കാണിച്ചാട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള കാട്ടിക്കൂട്ടലാണ് കേട്ടോ അതൊക്കെ കാണുന്നത്. വേദത അവിടെ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. പല്ലേച്ച് വായ കഴുകി മുഖമൊക്കെ തുടച്ച് ഫുള്ള് ആക്ട് ചെയ്യണേ അവിടെ. അത് കഴിഞ്ഞിട്ട് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കണ്ടേ. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കിട്ടിയത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോൾ പ്ലേറ്റിൻ്റെ ഒരു സെക്ഷൻ കണ്ടു. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സെക്ഷനാണ് കേട്ടോ പ്ലേറ്റ്സ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസൊക്കെ പ്ലേറ്റ്സ് ഉണ്ട്, ബ്ലാക്കിലും വൈറ്റിൽ, അതുപോലെ അങ്ങനത്തെ കളർ മാത്രമല്ല ഒരു റയറായിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ട്. ഈ ഒരു ഗ്രീൻ കളർ, ഗ്രീനിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇനി ഞാൻ ആദ്യം കാണിച്ച പോലത്തെ ആ വുഡിൻ്റെ ആ ഒരു ബൗള് അങ്ങനത്തെ ഉണ്ട്. പിന്നെ അതാ ഈ ഒരു കളർ കണ്ടോ, ഒരു പേസ്റ്റൽ ഗ്രീനേക്കാളും ലൈറ്റ് അങ്ങനത്തെ. പിന്നെ അതൊരു ഈ ഒരു ഷെയ്ഡൊക്കെ നല്ല രസമുണ്ട്. എന്താ ഇത് നോക്കൊരു കിവീരിയോ അങ്ങനത്തെ എന്തോ ഒരു ഡിസൈനൊക്കെ തോന്നണം. പിന്നെ ഇതാ കണ്ടോ ഈ ഒരു സെറ്റിന് ഇതാ കണ്ടോ 12 KD വരുന്നത് ഈ ഒരു സെറ്റിന്. പിന്നെ ബ്ലാക്കിലുണ്ട് വെറൈറ്റി. ബ്ലാക്ക് എപ്പോഴും ഫേവറേറ്റ് തന്നെ ബ്ലാക്കിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. ബ്ലൂ, യെല്ലോ കണ്ടോ, ഈ ഒരു ഗ്രീൻ കണ്ടോ, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഒരു താമരയുടെ ഇലയുടെ ഒരു മാച്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഗ്രീൻ കളർ പോലെയൊക്കെ തോന്നിയത്. നമ്മൾ ഫസ്റ്റിൽ കണ്ട ബ്ലൂവിൻ്റെ ബ്ലൂ, അതുപോലെ ഒരു ആഷ് കളറൊക്കെ ഉണ്ട് ഉള്ളിൽ. നമുക്ക് ഭയങ്കര വെറൈറ്റി കളേഴ്സൊക്കെയാണ്. ഞാൻ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഈ ഒരു കളറൊക്കെ. ആണ് ഈ ഒരു പ്ലേറ്റ് നോക്കട്ടെ. നമ്മളിപ്പോൾ മഷി ആയി കഴിഞ്ഞാലും നമ്മൾ ആ പ്ലേറ്റ് ഉപയോഗിക്കില്ലല്ലോ. കാരണം നോക്കി അതുപോലെ ഡിസൈനായിട്ട് വന്നേക്കുന്നത് മഷി എറിഞ്ഞ പോലെ തോന്നും. ഞാനതെടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായി വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്ലേറ്റുകൾ തന്നെയാണ്. പിന്നെ അത് അങ്ങോട്ട് വരുമ്പോൾ ബൗളൊക്കെ കാണാൻ പറ്റും, നല്ല പേസ്റ്റൽ ഗ്രീനിൽ വൈറ്റ്. ഈ ഒരു പ്ലേറ്റ് ഞാൻ എടുത്തട്ടോ. പിന്നെ വീട്ടിലെ പ്ലേറ്റൊക്കെ പിള്ളേർ പൊട്ടിച്ചിട്ടേ
ശരി, അങ്ങനെ ആ ഒരു 4 പ്ലേറ്റ് ഞാനത് എടുത്തിട്ടുണ്ട് വൈറ്റ്. ഡബിൾ കളറായിട്ടുള്ളൊരു ബൗൾ കണ്ടോ, ഒരു ഡിഫറെൻറ്റ് ലുക്ക് അല്ലേ. പിന്നെ ഇതാ മഗ്ഗിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് കളറിലും ഒരുപാട് ഡിസൈനിലൊക്കെ ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം. വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകുക, കാരണം ഞാൻ വേഗം ഓടിച്ചൊക്കെ കാണിക്കാൻ കേട്ടോ എല്ലാതും. നൈഫ്, സ്പൂണ്, ബ്ലെൻഡർ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ട്. ഇത് ബ്ലെൻഡർ കണ്ടപ്പോൾ വേദു ഇതിങ്ങനെ ഇളക്കാനുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ. പിന്നെ സ്റ്റീലിൻ്റെ കുക്ക്വെയർസ് ഉണ്ട് കേട്ടോ. കുക്കർ, അതുപോലത്തെ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, ചായ വയ്ക്കാൻ അങ്ങനെയൊക്കെ പറ്റുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്. ഫ്രൈ പാന്, അതുപോലെ പല സൈസിലുള്ള കുക്കറുകളുണ്ട്. പിന്നെ സോസ് പാന്, ബിരിയാണി പോട്ട്, മറ്റേ ദോശത്തവ എല്ലാതും ഉണ്ട്. അതിക്ക് മുഴുവൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ്, പ്ലേറ്റും ഗ്ലാസ്സുകളും അങ്ങനെയൊക്കെ. ആ ഒരു വൈറ്റ് പ്ലേറ്റാണ് ഞങ്ങൾ എടുത്തത്. ശിവ അത് ബില്ല് ചെയ്യാൻ പോവാണ്. ഐക്കയുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഫർണിച്ചേഴ്സൊക്കെയാണ്. ഇപ്പം എന്തായാലും എല്ലാം കൂടി നമുക്ക് കാണിക്കാനുള്ളൊരു ഇതില്ല, ടൈമില്ല. അതുകൊണ്ടാണ് എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങളത് കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ പ്രചോദനം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കത് നല്ലതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നാക്കാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവും. ഞങ്ങളുടെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ എഡിറ്റിങ്ങിലായാലും ഞങ്ങളുടെ വോയിസ് ഓവറിലായാലും കുറച്ചൊക്കെ അപാകതകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഞങ്ങൾ അവന്യൂസ് മാളിൻ്റെ വീഡിയോ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.